ദില്ലിയിൽ നിന്ന് ഗവർണർ ഇന്ന് തലസ്ഥാനത്ത് തിരിച്ചെത്തും. സെനറ്റ് നാമനിർദ്ദേശത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. മറ്റ് ഇടത് സംഘടനകളും ഗവർണർക്കെതിരെ സമരത്തിനിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ ഗവർണറുടെ കോലം കത്തിച്ചതിൽ SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഡൽഹിക്ക് പോയതായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ന് വൈകുന്നേരം 6:30 ഗവർണർ തലസ്ഥാനത്ത് തിരിച്ചെത്തും. സത്യപ്രതിജ്ഞാ വേളയിൽ മുഖ്യമന്ത്രിയെ തീർത്തും അവഗണിച്ച ഗവർണറുടെ സമീപനത്തിനെതിരെ CPM-ഉം വർഗ ബഹുജന സംഘടനകളും കടുത്ത പ്രതിഷേധത്തിലാണ്. സർവകലാശാല സെനറ്റുകളിലേക്ക് BJP പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്തതിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. ഇന്നും ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായേക്കും. ഇത് കണക്കിലെടുത്ത് വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവൻ വരെയുള്ള സുരക്ഷ ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇടത് കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ ഈ മാസം 9-ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനും തീരുമാനമുണ്ട്. നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമത്തിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെതിരെയാണ് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. മറ്റ് ഇടത് സംഘടനകളെയും ഗവർണർക്കെതിരായ പ്രക്ഷോഭത്തിൽ തെരുവിലിറക്കാൻ ആലോചനയുണ്ട്. ഇന്നലെ കണ്ണൂരിൽ പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തിൽ പോലീസ് കേസെടുത്തു. SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കമുള്ള 4 നേതാക്കൾക്കെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന മറ്റ് 5 SFI പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.